ഹെർബൽ ഹബ്. എന്റെ പേര് ആൻമരിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിച്ചടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള കിച്ചടി നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പൈനാപ്പിൾ കിച്ചടി, വെണ്ടയ്ക്ക കിച്ചടി, അങ്ങനെ പലതരത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു പനിക്കൂർക്ക വെച്ചുകൊണ്ടുള്ള കിച്ചടിയാണ്. അപ്പൊ നമ്മൾ പനിക്കൂർക്ക എന്തിനാ യൂസ് ചെയ്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പനിയോ ചുമയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഈ പനിക്കൂർക്കയുടെ നീര് പിഴിഞ്ഞ് അതിൽ കുറച്ച് കൽക്കണ്ടോ മധുരോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ചുമയൊക്കെ കുറയാറുണ്ട്. ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഗൃഹവൈദ്യമായിട്ട് മിക്കൊരു വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ പനിക്കൂർക്ക വെച്ചിട്ടുള്ള കിച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം. പനിക്കൂർക്കയുടെ കിച്ചടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഒരു 20 ഇല വേണം. അപ്പൊ 20 ഇല നന്നായി കഴുകി, മണ്ണൊക്കെ പറ്റുമല്ലോ, അപ്പൊ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെക്കണം. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, കുരുമുളക്, ഉഴുന്ന്, കടുക്, അരമുറി തേങ്ങ, 3/4 ഗ്ലാസ് തൈര്, ജീരകപ്പൊടി ആവശ്യത്തിന്, ഒരു നുള്ളു മതിയാവും, പിന്നെ ഉപ്പ്, പിന്നെ എണ്ണ. ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അത് കഴിഞ്ഞ് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണ് കുരുമുളക് മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ പച്ചമുളക് കുഞ്ഞിതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണ് ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടി അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ പനിക്കൂർക്കയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പനിക്കൂർക്കയുടെ ഇല നന്നായി വയറ്റണം. ഈ ജീരകപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ പനിക്കൂർക്കയുടെ ഇലയുടെ മണമൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ആ പനിക്കൂർക്കയുടെ ഇലയുടെ മണം എല്ലാവർക്കും ഒന്നും പിടിക്കില്ല. അപ്പോൾ ആ മണമൊന്നും കറിക്ക് ഉണ്ടാവില്ല. അത് ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊണ്ട് തന്നെ ആ പനിക്കൂർക്കയുടെ ഇലയുടെ മണമൊന്നും ഉണ്ടാവില്ല. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വയറ്റി എടുക്കുക. പനിക്കൂർക്കയുടെ ഇല നന്നായി വാടി വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ അരപ്പ് തയ്യാറാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സി ജാറിലേക്ക് തേങ്ങ അരമുറി ചിരകി വെച്ചത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിലേക്ക് പനിക്കൂർക്കയുടെ ഇല, ആ മിക്സർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ 3/4 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൈര് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 1 മിനിറ്റോളം അരച്ചെടുത്ത് അതൊരു ഫൈൻ പേസ്റ്റോളം ആയി കിട്ടും. അത് അരച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുക. നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മളൊരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. കടുകും ആ വറ്റൽമുളകില്ലേ, വറ്റൽമുളക് 2 എണ്ണം അതും 2 പീസാക്കിയിട്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അത് 2-3 കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് വയറ്റിയെടുക്കാൻ പറയില്ലേ, നമ്മൾ കടുക് പൊട്ടിക്കാൻ പറയില്ലേ കറികൾക്കൊക്കെ, അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് അരപ്പ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശ പരിപാടി കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. എന്നിട്ട് നമ്മളൊന്ന് കുറുകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറുകി കഴിഞ്ഞാൽ അത് അടുപ്പിനെടുത്ത് വെക്കുക. അത്രേ ഉള്ളൂ. ഇനി കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റിന് കൂടെ കുറച്ച് മധുരം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണമെങ്കിൽ അത് തെറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പനിക്കൂർക്കയുടെ കിച്ചടി. അപ്പൊ എല്ലാവർക്കും പനിക്കൂർക്ക വെച്ചുകൊണ്ടുള്ള കിച്ചടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബൈ ബൈ.